സുഖമായിട്ടിരിക്കല്ലേ? ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ തന്നെ ഏകദേശം ഒന്ന് ഗസ് ചെയ്യാം എന്താണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഒത്തിരി പേര് കമന്റ് ചെയ്തിരുന്നു, ചേച്ചി നല്ല സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് സെറ്റ് കൊണ്ട് കൊടുക്കുക എന്ന് വെച്ചിട്ട്. അപ്പൊ ഓണം എന്തായാലും വരവായി. ഓണത്തിനപ്പൊ നമുക്ക് ഒരുമിച്ചൊന്നങ്ങ് ഒരുങ്ങിയാലോ? അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങ് ഒരുങ്ങാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പഴയ സെറ്റ് കൊണ്ടായിക്കോട്ടെ പുതിയതായിക്കോട്ടെ ഏത് തന്നെ ആയാലും നല്ല എന്താ പറയാ, നല്ല ഷേപ്പിൽ നല്ല പെട്ടെന്ന് വെറും ഒരു 5 മിനിറ്റുള്ള നമുക്ക് നല്ല സൂപ്പറായിട്ട് കൊടുക്കാം. അതായത് ബിഗിനേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പാടായിരിക്കും അല്ലേ? അപ്പൊ അവരൊക്കെ എന്താ പറയാ, മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആളൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം നല്ല വൃത്തിയിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ടിപ്പുകളും കാര്യങ്ങളും അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. നമുക്ക് സെറ്റ് കൊണ്ട് എടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് വാങ്ങിക്കാൻ പോകില്ലേ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നൊക്കെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവാണ്. അപ്പൊ നമുക്ക് സെറ്റ് കൊണ്ട് 2 രീതിയിലാണ് നമുക്ക് കിട്ടുക. അതായത് 2.5 മീറ്ററിന്റെ 2.80, അതായത് 2 മീറ്റർ 80 പോയിന്റ്. അപ്പൊ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 മീറ്ററിന്റെ എടുത്താലാണ് നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് നല്ല ബാക്കിൽ നല്ല വീല് നമുക്ക് വന്ന് നമ്മുടെ ആ മേൽമുണ്ട് നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അവർ ഈ 2 മീറ്റർ 80 പോയിന്റ് തമ്മിൽ അതെടുക്കണം. അതായത് എക്സ്ട്രാ ലെങ്ത് അത് നമുക്ക് കടയിൽ ചോദിച്ചാൽ മതി, അവർ നമുക്ക് തരും. അങ്ങനെ എടുത്താലാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് ഹൈറ്റ് ഉള്ളവർ ഇങ്ങോട്ട് എത്തുള്ളൂ. 2.80 അല്ലെങ്കിൽ 8 ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കും. അപ്പൊ ആദ്യം നമുക്ക് സെറ്റ് മുണ്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഡബിൾ മുണ്ടും ഉണ്ട്, സിംഗിളും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഡബിൾ മുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ തിരുവനന്തപുരം അതായത് തെക്ക് സൈഡിലുള്ളവരൊക്കെ ഡബിൾ മുണ്ടായിട്ടാണ് കൊടുക്കുക. നമ്മൾ ഈ എന്താ പറയാ, ആണുങ്ങളൊക്കെ ഉടുക്കുന്ന ഡബിൾ മുണ്ടില്ലേ, അതേപോലെ തന്നെ ഡബിൾ ആയിട്ട് മടക്കിയിട്ട് അതിനെയാണ് കൊടുക്കുക. പക്ഷെ നോർമലി നമ്മൾ തൃശ്ശൂർ അങ്ങനെ ഏരിയയിലുള്ളവര് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള സിംഗിൾ മുണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഒന്നും അറിയാത്തവർ ആദ്യമായിട്ട് സെറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം, ഉടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഉടുക്കാൻ എടുക്കുമ്പോൾ നമുക്ക് 2 സംഭവമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് ഉടുക്കേണ്ടത്, ഏതാണ് മേളിലത്തെ എന്ന് നമുക്ക് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നിവർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോ എനിക്കിതാ ഇവിടെ തുടങ്ങി എൻ്റെ നെഞ്ച് തുടങ്ങി താഴെ വരെ ലെങ്ത് വരുന്നുണ്ട്. പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതല്ല നെഞ്ചു മുതൽ ഇവിടെ വരെ നമ്മുടെ വീതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിലാണെങ്കിതാ ഇതിന് നീളം, ഇത് വീതി കുറവാണ് കണ്ടോ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ മേൽമുണ്ടായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ വേണ്ട, നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. ഉടുക്കണത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ നോർമലി നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ട് ഈ തലയില് അത് ശരിക്കും നമ്മുടെ ഈ വലത് സൈഡിലോട്ടായിട്ടാണ് വരേണ്ടത് നമ്മൾ സെറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പൊ നമ്മള് ശരിക്കും ഇടത് സൈഡിൽ നിന്ന് വേണം നമ്മൾ സെറ്റ് മുണ്ടിന്റെ മുണ്ട് കുത്തി തുടങ്ങാനായിട്ട്. നോർമലി നമ്മൾ സാരി എടുക്കുമ്പോൾ ഇവിടെ നല്ല എടുക്കാം, പക്ഷെ സെറ്റ് മുണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇടത് സൈഡിൽ നിന്ന് വേണം ആദ്യത്തെ കുത്ത് പോകണമെങ്കിൽ, എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോ ഇനി നമ്മൾ ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും നമുക്ക് ബാക്കിയുണ്ടാവും. അപ്പൊ നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേമാതിരി ഇവിടെ ഒരു ചെറിയൊരു ഫ്ലീറ്റ് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ കുത്തും. പക്ഷെ അങ്ങനെ നമ്മൾ കുത്തി കഴിയുമ്പോൾ നമ്മൾ നടക്കൂലേ, നടക്കുമ്പോൾ വേണ്ടോ ഇതിങ്ങനെ പൊളിഞ്ഞ് വന്നിട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ടും കാര്യങ്ങളും കാണും. അപ്പൊ അത് എന്താ പറയാ, ഒരു വൃത്തികേട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമുക്ക് എന്തോരം ഇങ്ങോട്ട് വേണം നോക്കാം. അതായത് നമ്മുടെ തല, അതായത് ഈ സൈഡിൽ കേട്ടോ, ഈ സൈഡിൽ കറക്റ്റ് ആയിട്ട് എടുക്കുക. കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ബാക്കി നല്ല ടൈറ്റിൽ എടുക്കുക. അപ്പൊ അത് ഇവിടെ ഇത്രയും വേണം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാണ് കേട്ടോ. അത് ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി ഇത്രയും ഉണ്ട് നമുക്ക് ബാക്കി. അപ്പൊ ഇതിന് ഞാൻ നമ്മുടെ ഉള്ളിൽ പോണതാണ് കേട്ടോ, ഉള്ളിൽ പോണ തലയാണ്. അതിന് ഞാൻ ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ കുത്താണ്. കാരണം വേണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് കുത്താം. ഇപ്പുറത്ത് കുത്തുമ്പോൾ നമുക്ക് ഇത്രയും അങ്ങോട്ട് പോയി കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയി പോകും, നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് ആദ്യം ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഇതിനെ അങ്ങ് കുത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ഇതിനിങ്ങനെ കറക്റ്റ് നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് കിട്ടൂട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് മേൽമുണ്ട് എടുക്കാം. നമുക്ക് ഇതിന്റെ ഫ്ലീറ്റ് എടുക്കണം.
അപ്പോൾ അതിപ്പോൾ വലുതായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വശം എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്രിന്റിൻ്റെ ആ ഒരു രീതിക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ് എടുത്തിട്ട് ഇത് കുത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്കി പോർഷനില്ലേ അത് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ ആ ബാക്കിൽ നല്ല കറക്റ്റായിട്ട് വി ഷേപ്പിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കറക്റ്റ് ഫ്ലീറ്റ് നമുക്കിവിടെ കുത്തി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കുത്തുന്ന സമയത്ത് ഇവിടെയും ഇതേപോലെ തന്നെ ഇവിടെ കൂടുതൽ വീതിയിൽ ഇതുണ്ട്. ചില സെറ്റുകളിൽ ഇവിടെ കൂടുതൽ വീതി ഉണ്ടാവും. അങ്ങനെയുള്ളതൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് മടക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അല്ല കറക്റ്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ അന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നമ്മുടെ ആ ഒരു ടോപ്പ് ചേഞ്ച് ചെയ്ത് ക്ലോസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതാ കുത്തി നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 പിന്നുകൾ അവിടെ ഇവിടെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കി, അതായത് സൈഡ് ഇങ്ങനെ പൊക്കി വയ്ക്കും. അതിന് പകരം നമ്മൾ അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടല്ലോ, ഇതിവിടെ ഈ സെന്റർ പോർഷനിൽ നമ്മളൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഈ സൈഡില് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലും വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലീറ്റ് ഇങ്ങനെ ഉള്ളിലുള്ള ഒരു ഫ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് കഴിഞ്ഞല്ലോ, പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞു. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കൂ. നല്ല അടിപൊളിയാണോ അല്ലെന്ന് അറിയാലോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് സൈനിങ് ഓഫ്. ബൈ.